ഞങ്ങളുടെ നേതൃയോഗം കഴിഞ്ഞു. തങ്ങൾക്കിപ്പോൾ മങ്കടയിൽ പോകാനുണ്ട്. ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. അതാണ്. ഇവരതിലേക്കൊന്നും പോകണ്ട. നിങ്ങളത് ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ മറുപടി പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. സോണിയാഗാന്ധി അതെ അതെ അല്ല, അത് ഇതിനകം ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവർ ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ പത്രക്കാരെ കാണുന്നതാണ്. ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം അല്ല, എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, ഇതൊക്കെ ഒരു യൂഷ്വൽ ഇതല്ല. ഒരാഴ്ച ആകുമ്പോഴത്തേനും സ്തംഭനമാകുമോ? ഇനി ഭരിക്കാൻ പോകുന്ന UDF എന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുള്ളൂ തീരുമാനം. വേറെ എവിടെയും പോയി ഉത്തരവ് വാങ്ങൂല. ആ പേടി ഓടിക്കണ്ട. അല്ല, അത് നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികം തീരുമാനം വൈകൂലല്ലോ. അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയം എടുക്കട്ടെ. എന്നിട്ട് അവർ തീരുമാനം പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞങ്ങളുടെ രീതി അതാണല്ലോ. ഞങ്ങളെല്ലാ കാര്യങ്ങളും പിന്നെ ഒരു ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തങ്ങൾ അധികാരപ്പെടും. ഇനി ഞങ്ങൾ ചർച്ചക്കായ ഒരു ഡെലിഗേഷൻ പോകും. തീരുമാനം വന്നു കഴിഞ്ഞാൽ ഞാൻ പോവാ. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇനി ചോദ്യങ്ങളില്ല. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനത്തെ കാത്തിരിക്കുന്നുവെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ആ തീരുമാനത്തിന് ശേഷം ഈ കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നു. മങ്കടയിൽ എന്തായാലും നമുക്ക് അറിയാം, അവിടെ ഒരു ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് നേതാക്കൾ പോവുകയാണ്. പക്ഷേ എന്താണ് ഈ യോഗത്തിലെടുത്ത തീരുമാനം എന്നതൊന്നും കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ല. യോഗത്തിൽ ഈ വിജയത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിച്ചു എന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതുവരെ നടത്തിയ ചർച്ചകളുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നത് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് ലീഗ് ഇനി എടുക്കുന്ന സ്റ്റാൻഡ് എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു പ്രഖ്യാപനത്തിലേക്കോ വാക്കുകളിലേക്കോ പോകുന്നില്ല. ഇനി എന്തായാലും കാത്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള ആ തീരുമാനത്തിനാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. നമ്മൾ